മകൻ ജനിച്ച സമയത്ത് ഒരു നല്ല രക്ഷിതാവാകാം എന്നതിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ ജീവിതാനുഭവവും പരിചയവും ധാരാളം എക്സ്പീരിയൻസും ഉള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് നിങ്ങൾ അടിയിൽ രേഖപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടും. അപ്പോൾ ഒരു 8 കാര്യങ്ങളാണ്, നല്ല രക്ഷിതാവാകാൻ വേണ്ടിയിട്ടുള്ള 8 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത്, നിങ്ങൾ കുട്ടികളെ അവരുടേതായ രീതിയിലേക്ക് വിട്ടുകൊടുക്കുക. എന്ന് വെച്ചാൽ അവരുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് നമുക്ക് എപ്പോഴും ആശങ്കയുണ്ടാവും. ആ സുരക്ഷിതത്വം ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മോനെ അത് ചെയ്യല്ല, മോളെ ഇത് ചെയ്യല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്താക്കും, നമ്മൾ പലപ്പോഴും തടസ്സപ്പെട്ടു. അവരെ അവരുടെ വഴിക്ക് എന്താക്കുക, വിട്ടുകൊടുക്കുക. നമ്മുടെ സൂപ്പർവിഷൻ ഉണ്ടാകണം. ആ സൂപ്പർവിഷനോടുകൂടെ അവരൊന്ന് ഫ്രീ ആക്കി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കഴിവുകൾ വളരും. അവർക്ക് നല്ല സ്വതന്ത്രമായിട്ട് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കുട്ടികളുടെ ചിറകരിയരുത്. അതായത് കുട്ടികൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം നൽകുന്നതിൽ ഒരുപക്ഷെ പലപ്പോഴും പല രക്ഷിതാക്കളും നമ്മൾ കണ്ടുവരുന്നത് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് കുറവാണ്. കാരണം ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ കളിപ്പാട്ടം കൈകാര്യം ചെയ്യുന്നത് അവന് നമ്മൾ സ്വന്തമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യും, എടുക്കുകയും വെക്കുകയും അതിന്റെ കൈകാര്യം ചെയ്യുന്നത് അവന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ അവന് സ്വാഭാവികമായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിച്ചു വരും. ഇപ്പൊ ചെറിയ കുട്ടികൾ അവര് പാത്രം കഴുകാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഒരുപക്ഷെ അത് ഇഷ്ടമായിരിക്കും. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ മോനെ കുഞ്ഞല്ലേ, നീ ഇപ്പൊ അതൊന്നും ചെയ്യാനായിട്ടില്ല, നീ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താക്കും, നിരുത്സാഹപ്പെടുത്തുന്നത് കാണാറുണ്ട്. അതിന് പകരം നമുക്ക് അവർക്ക് ആ സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കാം. അവർ കാര്യങ്ങൾ ചെയ്യട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ എന്താക്കും സാധിക്കും. ഇത് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും മുതൽക്കൂട്ടായി മാറും. മൂന്നാമതായി, എന്തിനും പരിഹാരം രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കരുത്. കാരണം കുട്ടിക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ കുട്ടി തന്നെ പരിഹാരം കണ്ടെത്തണം. അത് രക്ഷിതാക്കൾ കണ്ടെത്തി കൊടുക്കുമ്പോൾ കുട്ടിയുടെ ആ സ്കില്ല് വളർത്താനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ചിലപ്പോൾ കുട്ടികൾ വാശി പിടിച്ചൊക്കെ കരയും. എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അവർ വാശി പിടിച്ചിട്ടൊക്കെ കരയും. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വെക്കുകയാണെങ്കിൽ കുട്ടി തന്നെ അതെന്താക്കും, അത് പരിഹരിക്കുന്ന ഒരു സ്കില്ലിലേക്ക് വരും. അത് കുട്ടി പരിഹരിച്ചുകൊണ്ട് വരും. അപ്പം ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പരിഹരിക്കാനുള്ള ശേഷി കുട്ടി കുഞ്ഞുനാളിൽ നിന്ന് തന്നെ എന്താക്കാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചില രക്ഷിതാക്കൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക രക്ഷിതാക്കളാണ്. അപ്പം അവരുടെ ജീവിതത്തിലെ ഒരു ഘട്ടം കഴിയുമ്പോൾ രക്ഷിതാക്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ പോകുന്നു, കുടുംബമായിട്ട് വളർന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും രക്ഷിതാക്കൾക്ക് ഇടപെടാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് ഇത്തരം കുട്ടികൾ പ്രതിസന്ധി അനുഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ചെറുപ്പനാളിൽ തന്നെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അത് പരിഹരിക്കാനുള്ള ശേഷി കുട്ടികൾക്ക് അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എന്താക്കും, പ്രശ്നം പരിഹരിക്കുന്നതിൽ കുട്ടി നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ളത് ശിക്ഷിക്കലല്ല. അടുത്തതായിട്ട് ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ചുമതലയാണ്. അവരെന്നാണ് അവരുടെ അച്ചടക്കം പഠിപ്പിക്കുന്നത്. അതിന് പകരം അവരെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. കുട്ടി രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. ആ കുട്ടി അത് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ നമ്മൾ അടിക്കുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് വേറൊരു രീതിയിലേക്ക് അത് ഫീലിംഗ് ആയിട്ട് മാറും. അപ്പൊ അതിന് പകരം അവനെ വളർത്തിയെടുക്കുന്ന രീതിയിൽ നമ്മൾ അച്ചടക്കം പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്താക്കണം, നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. അത് ശിക്ഷിക്കുന്നതോടുകൂടെ ആ കുട്ടിയിൽ രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ എന്താക്കും, അത് കാരണമാകും. അപ്പൊ അച്ചടക്കം പഠിപ്പിക്കേണ്ട രീതി പോസിറ്റീവായിട്ടുള്ള സ്റ്റൈലിലാണ് നമ്മൾ എന്താക്കേണ്ടത്, അത് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കുട്ടികളുമൊത്ത് കളിക്കുക. അവരുമായിട്ട് നമ്മൾ കളിക്കുമ്പോൾ, രക്ഷിതാക്കൾ അവരുമായിട്ട് കളിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു സ്കിൽ, ആ ഒരു ത്രില്ലാണ് അവർക്ക് വരിക. കാരണം രക്ഷിതാക്കൾ പലപ്പോഴും ഭയങ്കര തിരക്കുള്ള ആളുകളാണ് പൊതുവെ ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പം അവരുടെ കൂടെ കളിക്കാനൊന്നും സമയം കണ്ടെത്താത്ത രക്ഷിതാക്കളുണ്ട്. അപ്പം അവരുടെ കൂടെ
സമയം കണ്ടെത്തുകയും അവരോടൊത്ത് കളിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ കളികളിലൂടെ കുറെ കാര്യങ്ങൾ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ തോൽവി എന്താണ്, വിജയം എന്താണ്, തോൽവി ഉണ്ടാകുമ്പോൾ നമ്മൾ ഡെസ്പായി പോകേണ്ടതുണ്ടോ, വിജയം ഉണ്ടാകുമ്പോൾ നമ്മൾ അമിതമായി ആഹ്ലാദിക്കേണ്ടത് എന്ന് വെച്ചാൽ അതൊക്കെ ആ കളികളിലൂടെ നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് രക്ഷിതാക്കൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും കുട്ടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒപ്പം ഇരുന്ന് പുസ്തകം വായിക്കുക, 6ാമത്തെ പോയിന്റ് അതാണ്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ ശബ്ദം കേൾക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അവരടുത്തിരുന്ന് നല്ല നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിങ്ങനെ അവർ കേട്ടിരിക്കും. അപ്പൊ അവർക്ക് ഭാഷാപരമായിട്ടുള്ള ശുദ്ധിയും അവർക്ക് നല്ല വാക്കുകൾ ഉച്ചരിക്കുന്ന രീതിയിലുള്ളത് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഒരു പക്ഷേ ആ കുട്ടിക്ക് അതിലൂടെ നമുക്ക് നല്ല ഒരു കഴിവ് വളർത്തിയെടുക്കാൻ എന്താക്കും സാധിക്കും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് കുട്ടിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കും. പിതാക്കൾ കുട്ടിയോടൊപ്പം ആയിരിക്കാം. ഗവേഷണത്തിൽ പറയുന്നത് കുട്ടിയുടെ പിതാവ് കുട്ടിയോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. മാത്രമല്ല അത്തരത്തിലുള്ള കുട്ടികൾ, പിതാക്കളുടെ സാന്നിധ്യം അനുഭവിക്കുന്ന കുട്ടികൾ അവർ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടാണ് അവർ ഇടപഴകുന്നത്. അവർ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ നല്ല ഒരു കഴിവ് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. കാരണം ഈ പിതാവിൽ നിന്ന് ലഭിക്കുന്ന കുറെ ക്വാളിറ്റികൾ, നമ്മൾ അറിയാതെ അവർക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വാളിറ്റികൾ എന്താക്കും ഈ സാന്നിധ്യം കൊണ്ട് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിൽ പിതാക്കൾ എന്താക്കണം, പ്രത്യേകമായിട്ടുള്ള സമയം കുട്ടിയുമൊത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തണം. സാധാരണയായിട്ട് തിരക്കുകളുള്ള ജോലി തിരക്കുകളും മറ്റ് ബിസിനസ് തിരക്കുകളൊക്കെ ഉള്ള ആളുകളായിരിക്കും. എന്നാൽ പോലും ഈ കുട്ടിയോടൊപ്പം ചെലവഴിക്കാൻ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം, ദിവസത്തിൽ തന്നെ കുറച്ച് സമയം നമ്മൾ നീക്കി വെക്കുകയാണെങ്കിൽ കുട്ടിക്ക് നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനും അവർക്കൊരു കഴിവ് വർദ്ധിപ്പിക്കാനും സമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്ന ആളാക്കി മാറ്റാനും ആ അച്ഛന്റെ ഇടപെടലുകൾ നടത്താനായിട്ട് സാധിക്കും. ഭക്ഷണ കാര്യത്തില് മാതാപിതാക്കൾ പലപ്പോഴും അടിയാണ്. പ്രത്യേകിച്ച് അമ്മമാര് ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ കുട്ടികളുമായിട്ട് എപ്പോഴും തർക്കവും, അവൻ കഴിക്കുന്നില്ല, അവള് കഴിക്കുന്നില്ല, എല്ലാപ്പോഴും ഭക്ഷണത്തിന്റെ പേരിൽ പരാതി പറയും. പക്ഷെ അതിന്റെ പേരിൽ ഒരു വീട്ടിലൊരു യുദ്ധം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റരുത്. കുട്ടിയെ പതിയെ അവനെ ആ ശീലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് വേണ്ടത്. ഭക്ഷണത്തിൽ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൊടുക്കണം. നല്ല കുട്ടികൾക്ക് പോഷക ഘടകം കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് കുട്ടിയെ പതിയെ അവന് അതൊരു ശീലമാക്കി മാറ്റുകയും അതിലൂടെ അവന് കഴിക്കേണ്ട സാധനമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. നമ്മൾ പലപ്പോഴും നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു വർക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് ആ വർക്കിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് തൽക്കാലം ഒന്ന് മൊബൈൽ കൊടുക്കുക, മൊബൈലിൽ എന്തെങ്കിലും വീഡിയോ കാണിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള രീതിയൊക്കെ ചില ആളുകൾ അവലംബിക്കുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണെന്ന് കുട്ടിക്ക് തോന്നുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് നല്ലത്. കുട്ടികളെ നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളെ മണ്ണിൽ കളിക്കാനൊന്നും വിടാത്ത അവസ്ഥകളുണ്ട്. എന്ന് വെച്ചാൽ അവർ കളിക്കുന്നതിലൂടെ അവർക്ക് കളിയിലൂടെ അവർക്ക് ധാരാളം എനർജി നഷ്ടപ്പെടുകയും ആ നഷ്ടപ്പെടുന്ന എനർജി തീർച്ചയായിട്ടും ഭക്ഷണത്തിലൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവര് ഭക്ഷണം കഴിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും. ഇപ്പൊ അധികവും ആളുകൾ എന്താണ് ഈ മൊബൈൽ ഗെയിമിലൊക്കെ കളിക്കാൻ കുട്ടികൾ അവസരം കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എനർജി ഉണ്ടാക്കുന്നില്ല, ആ രീതിയിൽ ചെലവഴിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണ്. അപ്പൊ കുട്ടികളെ ഒന്ന് പ്രാക്ടിക്കലി അവർക്ക് ചെയ്യാൻ പറ്റുന്ന, ആക്റ്റീവ് ആക്കാൻ പറ്റുന്ന ചില കളികളൊക്കെ അവർക്ക് കൊടുക്കുകയും അതിലൂടെ അവർക്ക് വിശപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിശക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ ആ കുട്ടിയുടെ ലെവലിൽ നിന്ന് ഭക്ഷണത്തെ നമ്മൾ ക്രമീകരിക്കുകയും അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇത്തരത്തിലുള്ള 8 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു കുട്ടിക്കാലം നമുക്ക് നൽകാൻ സാധിക്കും. ആ കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഭംഗിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല രീതിയിലുള്ള ടെക്നിക്കുകൾ, ആളുകൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ നമ്മൾ ഓരോരുത്തരും ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ രീതിയിൽ നല്ല ഒരു രക്ഷിതാവ് കുട്ടി ബന്ധം നമുക്ക് നിലനിർത്താൻ തീർച്ചയായിട്ടും സാധിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ധാരാളം അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അത് ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.